നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരിപ്രിയ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പത്തിക് മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ മുഹമ്മദ് അസ്ലം, ചീഫ് കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഹോമിയോപ്പത്തിക് മെഡിക്കൽ സെൻറ്റർ വാണിയമ്പലം. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഉറക്കം കിട്ടായ്ക, ഉറക്കത്തിലുള്ള ഞെട്ടി ഉണരുന്നത്, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ പ്രേക്ഷകർ കുറേ പേര് ചോദിക്കുന്നുണ്ട്, കുറേ പേര് സംശയങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്ന് ഡോക്ടർ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഡോക്ടറോട് കാര്യം ചോദിക്കാം. ഓക്കെ. ഡോക്ടർ, ഒരു പേഷ്യൻ്റ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നത് അതെന്തെങ്കിലും രോഗമാണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതിനെക്കുറിച്ച് എന്താ? ഇതില് 2 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, നമുക്ക് സാധാരണ ഉറക്കത്തിൽ നിന്ന് സാധാരണ ഉറങ്ങി ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരും. ഞെട്ടി പോവും, അല്ലെങ്കിൽ എന്തോ കുഴിയിൽ വീഴുന്ന പോലെ അതെ. ഒരു ഞെട്ടൽ വരുന്ന രീതിയിൽ പല രോഗികളും പറയാറുണ്ട്. ഇത് സാധാരണ ഒരു രോഗമല്ല, പക്ഷേ അത് നമ്മളിൽ ഉണ്ടാകുന്ന ഹൈപ്നിക് ജെർക്ക് എന്നാണ് അതിന് പറയാം. നമുക്ക് ആ ഉറക്കത്തിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ ജെർക്ക്, അത് സാധാരണ സ്ട്രെസ്സ് കൂടുതലുള്ള ആളുകളിൽ അങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിച്ച ആളുകൾ, ഇപ്പം അമിത വർക്കൊക്കെ എടുത്തു വന്നിട്ട് ക്ഷീണിച്ചുറങ്ങുന്ന ആളുകളിൽ അങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ ഉറക്കക്കുറവുള്ള ആളുകളിൽ ഉറക്കം ശരിയാവാത്തതിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ അങ്ങനെ വരാറുണ്ട്. അതൊരു അസുഖമായിട്ട് കാണേണ്ടതില്ല, പക്ഷേ ഇത്തരം കാര്യങ്ങൾ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യാം. നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഫുഡ്, സ്ട്രെസ്സ്, ശരിയായ ഉറക്കത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യസമയത്തേക്കും കാര്യങ്ങളിലേക്കും നമ്മളത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ ഹൈപ്പനിക് ജെർക്ക്, നമുക്ക് നമ്മുടെ ശരീരത്തിനൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഈ ബയോളജിക്കൽ ക്ലോക്ക് ഒരു സർക്കേഡിയം റിതം എന്ന് പറയും. അപ്പോൾ ആ ഒരു കൃത്യസമയത്ത് നമ്മൾ ഉറങ്ങുന്നു, കൃത്യസമയത്ത് ഉണരുന്നു, അതിനൊക്കെ നമ്മുടെ ആ ഹോർമോണിൻ്റെ ഒരു സ്റ്റാറ്റസ് ഉണ്ട് ബോഡിയിൽ. ഇതിലൊക്കെ വേരിയേഷൻ വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുക. ഉറക്ക പ്രശ്നങ്ങളിൽ സാധാരണ നമുക്ക് ഉറക്കം കിട്ടാത്ത ആളുകളിലൊക്കെ പലപ്പോഴും അവരുടെ ഹിസ്റ്ററി നോക്കിയാൽ അറിയാം, ഒന്നുമില്ലെങ്കിൽ അവരൊരു ഇറഗുലർ പാറ്റേൺ ഓഫ് സ്ലീപ്പ് ആയിരിക്കും. ചില ദിവസം 10 മണിക്ക് കിടക്കും, ചില ദിവസം 12 മണിക്കായിരിക്കും, ചില ദിവസം 1 മണിക്കായിരിക്കും, ചില ദിവസം ഉറങ്ങേയില്ല. അപ്പം അങ്ങനെ ആ ഒരു ഇറഗുലർ പാറ്റേണിലെ ആളുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ, സ്ലീപ്പിൻ്റെ പ്രശ്നങ്ങൾ വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പം നമ്മൾ ബയോളജിക്കൽ ക്ലോക്ക്, ഉറക്കത്തിൻ്റെ ഹോർമോണിൻ്റെ ലെവലൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ആ പാറ്റേൺ ക്രമീകരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു അസുഖമായിട്ട് കണക്കാക്കേണ്ടതല്ല, പക്ഷേ ഇതൊരു ആരോഗ്യ പ്രശ്നമായിട്ട് വഴിയെ ഭാവിയിലേക്ക് വരാം എന്നുള്ളതാണ്. പിന്നീട് സാധാരണ മറ്റൊരു കാര്യമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി എണീറ്റ് ശ്വാസം കിട്ടാതെ തട്ടി വരുന്നൊരവസ്ഥ. അത് ഒരു കൃത്യമായിട്ട് നമ്മൾ ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ്. അത് പലപ്പോഴും കാർഡിയാക് പ്രശ്നങ്ങളൊക്കെ വഴിയെ വരാനും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള OSA എന്നൊക്കെ പറയുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അങ്ങനെയാണോ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയാണോ, ഉറക്കത്തിൽ ശ്വാസം കിട്ടാത്ത പ്രശ്നമാണോ എന്നുള്ളത്, അത് രണ്ടും ശരിക്കും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ രോഗിക്ക് ഏതാണോ അങ്ങനെ പ്രശ്നങ്ങൾ എന്നുണ്ടെങ്കിൽ, ഹൈപ്നിക് ജെർക്കാണെങ്കിൽ അത് നമുക്ക് കുറച്ച് ഉറക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് സ്ട്രെസ് ഇതൊക്കെ മാനേജ് ചെയ്താൽ ശരിയാവുന്നതേ ഉള്ളൂ. അതർവൈസ് മറ്റതാണെങ്കിൽ നിർബന്ധമായിട്ടൊരു ഡോക്ടറെ കണ്ടിട്ട് ചികിത്സിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇതിൽ ഇനീഷ്യലായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ. എന്തെങ്കിലും മെഡിറ്റേഷനോ എന്തെങ്കിലും എക്സസൈസോ കാര്യങ്ങളോ നമുക്ക് ഈ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യാൻ പറ്റിയ നിർബന്ധമായിട്ടും എന്തെങ്കിലും? നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഡോക്ടർ ചോദിച്ചത്, ഇതിൽ നമുക്കൊരു ബ്രീത്തിങ് എക്സസൈസ് രോഗികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. 4-7-8 ടെക്നിക്ക്. നമ്മളൊരു 4 സെക്കൻഡ് നമുക്ക് ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യാം, പിന്നെ ഒരു 7 സെക്കൻഡ് നമുക്ക് ഹോൾഡ് ചെയ്യാം, പിന്നെ 8 നമുക്ക് എക്സെയിൽ ചെയ്യാം, 8 സെക്കൻഡ്. അങ്ങനെ ഒരു 4-7-8 ടെക്നിക്സ് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർക്കിടെ നമ്മുടെ സ്ട്രെസ് കുറക്കാനും ഉറക്കം കൂട്ടാനും അതുപോലെ നമ്മുടെ ഹോർമോൺ ലെവൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രീത്തിങ് എക്സസൈസ് ആയിട്ട് നമുക്ക് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ റെഗുലർ ആയിട്ടുള്ള വ്യായാമങ്ങൾ, നടത്തം, അതുപോലെ മാനസിക സമ്മർദ്ദം കുറക്കുന്നതൊക്കെ ഉറക്കത്തെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ മാനസിക സംഘർഷങ്ങൾ തന്നെയാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ പരിഹരിക്കുക. ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ കുറേയൊക്കെ ഒരു ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമുക്ക് ഈ ഉറക്കക്കുറവിന് എന്തെങ്കിലും ഒരു ഹോം റെമഡീസ് ഉണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ ഹോം റെമഡീസ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് നമ്മുടെ ബനാന, നമ്മുടെ നേന്ത്രപ്പഴം, ഏത്തപ്പഴം എന്ന് പറയുന്നത് നേന്ത്രപ്പഴം. നമ്മൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം നന്നായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. നല്ലോണം തിളപ്പിച്ച് കഴിയുമ്പം അതിലൊരു പാട പോലെ ഒരു വൈറ്റ് ഇത് വരും കുറച്ച് നന്നായിട്ട് തിളക്കുമ്പോൾ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറുവപ്പട്ടയുടെ പൗഡർ, അല്ലെങ്കിൽ കറുവപ്പട്ടയുടെ പട്ട തന്നെ ഇടാം. ഇനി അതല്ലെങ്കിൽ കുറച്ച് തേന്, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു ഗ്ലാസ് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് കഴിക്കുക. ഇതിൽ ധാരാളം പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഈ നമ്മുടെ ഹോർമോൺസിനെയൊക്കെ, മെലറ്റോണിൻ, നമ്മുടെ ഉറക്കത്തിൻ്റെ ഹോർമോൺസിനെയൊക്കെ ഇത് ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഉറക്കക്കുറവില്ല നമ്മുടെ രോഗികളുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കുക. നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഞാൻ ഒരുപാട് പേഷ്യൻസിന് നമുക്കിത് പറഞ്ഞു കൊടുത്തത് വളരെ എഫക്റ്റീവായിട്ട് അവർ അതിൻ്റെ ഒരു റിപ്ലൈ തന്നൊരു ഇതും കൂടിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം ആവണം, നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്കൊരു പട്ട ഇടുക, എന്നിട്ട് കഴിക്കുക.
ഇനി അല്ലെങ്കിൽ പട്ടയ അല്ലെങ്കിൽ കുറച്ച് തേനാക്കിയാലും കുഴപ്പമൊന്നും, ഇത് രണ്ടും എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിട്ട് ഇവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാവുന്ന, ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാവുന്ന ഒന്നാണ്. പിന്നെ ഡോക്ടർ, നമ്മൾ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം എങ്ങനെ ഈ ഉറക്കത്തിനെ സ്വാധീനിക്കുന്നത്? ഇന്ന് ഭയങ്കരമായിട്ട് നമുക്ക് കേൾക്കേണ്ടതും പറയേണ്ടതും ഒരു ടോപ്പിക്കാണ് ഈ മൊബൈലിൻ്റെ ഉപയോഗം എന്നുള്ളത്. രാത്രി 12 മണി, 10, 11, 12 മണി വരെയാണ് നമ്മൾ ആളുകളെല്ലാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഉറക്കക്കുറവിനെയും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് രാത്രി നമ്മൾ ഈ ബ്ലൂ ലൈറ്റ് എഫക്റ്റ് എന്ന് പറയും, നമ്മുടെ കണ്ണിലേക്ക് ഈ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മെലാട്ടോണിൻ, നമ്മുടെ അല്ലെങ്കിൽ സർക്കാഡിയം റിതത്തിന് തെറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കം നീണ്ടു പോകും. അപ്പോൾ ഉറക്കം നമ്മൾ കിടന്ന് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതൊക്കെ റീസെറ്റ് ചെയ്ത് വരുള്ളൂ. അപ്പോഴാണ് നമ്മൾ 12 മണിക്കൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ 2 മണിയാവുമ്പോൾ നമുക്ക് ഉറക്കം കിട്ടാതെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സൈലന്റ് മോഡിൽ ഇടുക, അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിൽ ഇടുക ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും നമ്മുടെ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഡോക്ടറെ തേടി പോവുകയല്ല ആദ്യം വേണ്ടത്. ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും നമ്മൾ കൊണ്ടെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം തിരിച്ചറിയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഉറക്കം കിട്ടാനും ഇതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അതുപോലെ ഡോക്ടർ, നമ്മൾ ഉറങ്ങുന്ന റൂമിന് എന്തെങ്കിലും മുറി എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അങ്ങനെ റൂമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ റൂം നന്നായിട്ട് ഇരുട്ടാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഒരു ഇരുട്ടാക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ആ ഒരു ഉറക്കത്തിൻ്റെ ഇതൊക്കെ കിട്ടുക. അപ്പം ഇതിൽ നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ള ഡേ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, അവർക്ക് മോർണിംഗിൽ അവർ വന്ന് റൂമിൽ കിടന്നുറങ്ങുമ്പോൾ പലപ്പോഴും പകലാവുമ്പം എല്ലാ ഡേ ലൈറ്റൊക്കെ റൂമിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കവേർഡ് ആക്കിയിട്ട് റൂം നല്ലോണം ക്ലോസ് ചെയ്തിട്ട് റൂമിലേക്ക് പരമാവധി വെളിച്ചം കിടക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അവരുടെ ആ ഡേ ഷിഫ്റ്റിൽ വന്ന് ഉറങ്ങുമ്പം കുറേ പ്രശ്നങ്ങൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും ചെയ്യാതെ ആയിരിക്കും പല ആളുകളും ഉറങ്ങുന്നത്. എന്നിട്ട് പറയും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയും. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി റൂം സെറ്റ് ചെയ്യുന്നതിൽ അത് ശ്രദ്ധിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതോടൊപ്പം തന്നെ റൂമിൻ്റെ സ്മെല്ല് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നല്ല ലെവാൻഡർ സ്മെല്ലൊക്കെ നമ്മൾ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ, അങ്ങനത്തെ നല്ല ഫ്രാഗ്രൻസ് ഒക്കെ വെക്കുമ്പോൾ പൊതുവേ ഈ മെലറ്റോണിൻ പോലത്തെ ഹോർമോൺസിനൊക്കെ ഇൻഡ്യൂസ് ചെയ്യാനും അത് കൂടുതൽ നമ്മളെ ഉറക്കം ഭംഗിയാക്കാനും ഉറക്കത്തെ സ്വാധീനിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ രാത്രി ഭക്ഷണത്തിനും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റൂം പറഞ്ഞ പോലെ തന്നെ രാത്രി അമിതമായിട്ട് വാരി വലിച്ച് കിടന്നിട്ട് നമുക്ക് പല ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നം, വയറിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ നെഞ്ചരിച്ചിൽ, പുളിച്ചുതകട്ടൽ അതുപോലത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പലപ്പോഴും പല ആളുകളും മുന്നോട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണത്തിൽ ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഉറക്കത്തിന് ഒരു ഒറ്റ മരുന്ന് കൊണ്ട് അതിനെ ചികിത്സിക്കുക എന്നുള്ളതോ, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഗുളിക കുടിച്ച് കഴിഞ്ഞിട്ട് അത് സുഖമായിട്ട് ഉറങ്ങുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമ്മളെ ഉറക്കം ഡിസ്റ്റർബൻസിന് വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണോ, കാരണങ്ങൾ എന്തൊക്കെയാണോ എന്ന് അറിഞ്ഞിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇനി ഇതെല്ലാം സാഹചര്യങ്ങൾ മാറ്റിയിട്ടും നമുക്ക് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നമ്മളൊരു നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ളതും പ്രധാനമാണ്. ഈ ഉറക്കക്കുറവ് കാരണം നമുക്ക് ഈ ഹോമിയോപ്പതി ചികിത്സയിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഹോമിയോപ്പതിക് റോളിൽ പറ്റുമോ? നമുക്ക് നല്ല റോളുണ്ട്. ഹോമിയോപ്പതിക് മരുന്നുകൾ ശരിക്കും നമുക്കൊരു പലപ്പോഴും ഈ ഉറക്ക ഗുളികകൾ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സ്ഥിരം ഉറക്ക ഗുളിക എന്നുള്ളൊരു അവസ്ഥയിലാണ് പല രോഗികൾക്കുള്ളത്. ആ മരുന്ന് കഴിച്ചാൽ ഉറങ്ങും, മരുന്നില്ലേ ഉറങ്ങില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ ഹോമിയോപ്പതി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ആ ഒരു രോഗിക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മെഡിസിൻസ് നിർത്തി കഴിഞ്ഞാലും കൃത്യമായിട്ട് ഉറക്കം കിട്ടും എന്നുള്ളതാണ് സാധാരണ കാണാറുള്ളത്. അപ്പോൾ നമുക്കൊരു സെഡേഷൻ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അതൊരു ഡിപ്പെൻഡഡ് ആയിട്ടില്ല, ആ മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് പോകാവുന്ന അവസ്ഥയിലേക്ക് ഉള്ള ഒരു ചികിത്സയല്ല ഹോമിയോപ്പതി നൽകുന്നത്. അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ഘടകങ്ങളെ അപഗ്രഥിച്ച് എന്താണോ അവർക്ക് ഈ ഉറക്കക്കുറവിനുണ്ടായ സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു നാച്ചുറൽ റെമഡി, ഇപ്പോൾ നമുക്ക് പാസിഫ്ലോറ അതുപോലെയുള്ള പല ഡ്രഗ്സുകളും നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻസ് നമുക്ക് കൊടുക്കാറുണ്ട് ഉറക്കത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ലോങ് ടേം ഉപയോഗിക്കാതെ തന്നെ കുറഞ്ഞ ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ആ ഒരു റിസൾട്ട് കിട്ടും ചെയ്യും. അത് വിഡ്രോ ചെയ്യുമ്പം അവർക്ക് അത് റിസൾട്ട് പെർസിസ്റ്റ് ചെയ്യുന്നതും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് ചെറിയ അളവിൽ തന്നെ ഹോമിയോപ്പതി ഔഷധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഈ ഒരു ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ ഡോക്ടർ ചോദിച്ച സംശയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടും അതിന്റെ കാരണങ്ങൾ എന്താ വെച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെന്റിൽ അവൈലബിലിറ്റി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇത്ര വിശദീകരിച്ച് പറഞ്ഞു തന്നു. അതുപോലെ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് നേന്ത്രപ്പഴത്തിന്റെ. അത് എന്തായാലും നിങ്ങൾ പ്രേക്ഷകർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും കമൻസ് നിങ്ങൾ താഴെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ അത്ര ഇതും. അപ്പോൾ ഇത്രയും പറഞ്ഞു തന്നതിന് ഡോക്ടർ അസ്ലം മുഹമ്മദിന് നന്ദിയുണ്ട്. ഓക്കെ, നന്ദി, നമസ്കാരം. താങ്ക് യു.